ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗോള സമ്മർദ്ദം വേണമെന്ന് ഒമാൻ. വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി മസ്കത്തിൽ ഉന്നതതല നയതന്ത്ര യോഗം വിളിച്ചു ചേർത്തു. യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ബ്രസീൽ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള അംബാസഡർമാരുൾപ്പെടെയുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ, ഇറാഖ്, ജോർദാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മറ്റൊരു കൂടിക്കാഴ്ചയിലും പങ്കെടുത്തിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിലെ പ്രത്യാഘാതങ്ങൾ പരിഹരിക്കാനുമുള്ള രാഷ്ട്രീയവും നയതന്ത്രപരവുമായ സമ്മർദ്ദം ശക്തമാക്കാനാണ് ഒമാൻ ആഹ്വാനം ചെയ്യുന്നത്. നിലവിലെ സാഹചര്യം മേഖലയിലെ ജനങ്ങളുടെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും മുൻപൊരിക്കലുമില്ലാത്ത വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നും ഏകോപിത അന്താരാഷ്ട്ര നടപടി ആവശ്യമാണെന്നും സയ്യിദ് ബദർ വിശദമാക്കി. അതേസമയം സുൽത്താനേറ്റിലെ കര, കടൽ, വ്യോമഗതാഗതം സാധാരണ നിലയിലാണെന്ന് ഒമാൻ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ സ്ഥിരീകരിച്ചു. ഗതാഗത സേവനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി തുടരുന്നുണ്ട്. നിലവിലെ സംഘർഷ സാഹചര്യങ്ങൾ ജനങ്ങളുടെ സഞ്ചാരത്തെയോ വിതരണ ശൃംഖലകളുടെ പ്രവർത്തനങ്ങളെയോ ബാധിച്ചിട്ടില്ലെന്നും അധികൃതർ വിശദമാക്കി. ഗൾഫ് മാധ്യമം, മസ്കത്ത്.